വൈ അമേരിക്ക വോൺ ഗ്രീൻലാൻഡ്? എന്തിനാണ് ട്രംപിന് ഗ്രീൻലാൻഡ്? ഈ ഒരു ഇഷ്യൂവിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഗ്രീൻലാൻഡിനെ കുറിച്ച് മനസ്സിലാക്കണം. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ്, ആർട്ടിക് സർക്കിളിന്റെ ഭാഗമായി വരുന്ന ടെറിട്ടറി, ലോകത്തിലെ തന്നെ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ സ്ഥലങ്ങളിൽ ഒന്ന്. ഇങ്ങനെയുള്ള ഗ്രീൻലാൻഡ് എന്തിനാണ് അമേരിക്കയ്ക്ക് വേണ്ടത്? അപ്പോൾ അത് മനസ്സിലാക്കാനായി ആദ്യം നമുക്ക് ഗ്രീൻലാൻഡിന്റെ എക്കണോമിയെയും ജിയോഗ്രഫിയെയും പൊളിറ്റിയെയും കുറിച്ച് മനസ്സിലാക്കാം. ആദ്യം നമുക്ക് ഇതിന്റെ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ മനസ്സിലാക്കാം. ഗ്രീൻലാൻഡ് എന്ന ഐലൻഡ് ഇരിക്കുന്നത് 2 കോണ്ടിനെന്റ്സിന് ഇടയിലാണ്, നോർത്ത് അമേരിക്കയ്ക്കും യൂറോപ്പിനും ഇടയിലായി. ഇതിന്റെ ഭൂരിഭാഗം ഭാഗവും ആർട്ടിക് സർക്കിളിനുള്ളിലാണ്. പൂർണ്ണമായും ഗ്രീൻലാൻഡ് ആർട്ടിക് സർക്കിളിനുള്ളിലല്ല, പക്ഷെ ഭൂരിഭാഗം ഭാഗവും അതിനുള്ളിലായതുകൊണ്ട് തന്നെ 80% മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശമാണ് ഗ്രീൻലാൻഡ്. വെറും 64,000 മാത്രമാണ് അവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത്. അവിടെ ഭൂരിഭാഗവും അധിവസിക്കുന്നത് അവിടുത്തെ തന്നെ ഇൻഡിജീനസ് പീപ്പിളായ ഇന്യൂട്ട് പീപ്പിളാണ്. എക്കണോമി, ഗ്രീൻലാൻഡിന്റെ പ്രധാനപ്പെട്ട എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഫിഷിംഗ് ആണ്. അവരുടെ GDP തന്നെ വെറും $3.3 ബില്യൺ ആണ്. മേജർ എക്കണോമിക്കൽ ഗ്രാൻഡും ഗ്രീൻലാൻഡ് റിസീവ് ചെയ്യുന്നത് ഡെൻമാർക്കിൽ നിന്നാണ്. ഏകദേശം $600 മില്യൺ ആണ് ഒരു വർഷം ഡെൻമാർക്ക് ഗ്രാൻഡ് ആയിട്ട് ഗ്രീൻലാൻഡിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഗ്രാൻഡ് ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഗ്രീൻലാൻഡിന്റെ എക്കണോമി തന്നെ കൊളാപ്സ് ചെയ്തേക്കാം. ദെൻ പൊളിറ്റിക്കൽ ആസ്പെക്ട്സ്. ഡെൻമാർക്കിന് കീഴിലുള്ള ഒരു സെമി ഓട്ടോണോമസ് ടെറിട്ടറിയാണ് ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത്. 300 വർഷമായി ഡെൻമാർക്ക് തന്നെയാണ് ഈ ഒരു ഐലൻഡിനെ കൺട്രോൾ ചെയ്യുന്നത്. ഡെൻമാർക്കിന്റെ ഒരു കോളനി ആയിരുന്നു ഗ്രീൻലാൻഡ്. 1953 ഡാനിഷ് കിങ്ഡത്തിന്റെ ഭാഗമായി ഗ്രീൻലാൻഡ് പ്രഖ്യാപിക്കപ്പെട്ടു. അന്നു മുതൽ ഗ്രീൻലാൻഡേഴ്സ് ഡെൻമാർക്ക് അല്ലെങ്കിൽ ഡാനിഷ് സിറ്റിസൺസ് ആണ്. 1979 ഹോം റൂൾ അറേഞ്ച്മെന്റ് പ്രകാരം ഗ്രീൻലാൻഡിന് കൂടുതൽ ഓട്ടോണോമി കൈവന്നു. പിന്നീട് വന്ന 2009 ആക്ട് ഓൺ ഗ്രീൻലാൻഡ് സെൽഫ് ഗവൺമെന്റ് പ്രകാരം ഗ്രീൻലാൻഡിന് കൂടുതൽ ഓട്ടോണോമി കൈവരികയാണ് ചെയ്തത്. ഇന്ന് ഗ്രീൻലാൻഡിന് സ്വന്തമായി ഒരു പാർലമെന്റും ഗവൺമെന്റും ഉണ്ട്. 2009 ഈ സെൽഫ് ഗവൺമെന്റ് ആക്ട് പ്രകാരം പോലീസിംഗ്, കോർട്ട് ആൻഡ് നാച്ചുറൽ റിസോഴ്സസിന്റെ കൺട്രോള് പൂർണ്ണമായും ഗ്രീൻലാൻഡേഴ്സിന്റെ കയ്യിലാണ്. എന്നാൽ ഫോറിൻ അഫയേഴ്സ്, ഡിഫൻസ് എന്നീ കാര്യങ്ങളിൽ ഡെൻമാർക്കിനാണ് കൺട്രോൾ ഉള്ളത്. വൈ അമേരിക്ക നീഡ് ഗ്രീൻലാൻഡ്? അപ്പോൾ അതിന് പല കാരണങ്ങളാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ട്രംപ് പറയുന്ന പോലെ തന്നെ നാഷണൽ സെക്യൂരിറ്റി ആണ്. ഈ ഒരു ഐലൻഡ് ഗ്രീൻലാൻഡ് സ്ഥിതി ചെയ്യുന്നത് അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഇടയിലാണ്. അതുകൊണ്ട് തന്നെ ഗ്രീൻലാൻഡിൽ സ്ഥാപിക്കപ്പെടുന്ന റഡാർസ്, മിസൈൽ ഡിക്റ്റേറ്റിംഗ് റഡാർസിന് ഏർലി വാർണിംഗ് സിസ്റ്റമായിട്ട് ആക്ട് ചെയ്യാനായിട്ട് സാധിക്കും. റഷ്യയിൽ നിന്ന് ഒരു മിസൈൽ വിക്ഷേപിക്കുകയാണെങ്കിൽ ഏകദേശം 30 മിനിറ്റ് മുൻപായി തന്നെ അമേരിക്കയ്ക്ക് അത് ഡിക്റ്റേറ്റ് ചെയ്യാനായിട്ടും അതിന് എഗെയിൻസ്റ്റ് ഡിറ്ററൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ടും സാധിക്കും. വേൾഡ് വാർ 2 സമയത്ത് ഓൾറെഡി അമേരിക്ക അവിടെ ഒരു എയർ ബേസ് സ്ഥാപിച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് ടൂൾ എയർ ബേസ്. ഇത് കൂടാതെ കോൾഡ് വാർ അതിന്റെ പീക്കിൽ നിൽക്കുന്ന സമയത്ത് അമേരിക്ക ഗ്രീൻലാൻഡിൽ ഒരു ന്യൂക്ലിയർ മിസൈൽ സ്റ്റേഷൻ സ്ഥാപിക്കാനായി തീരുമാനിച്ചിരുന്നു. പക്ഷേ ഡെൻമാർക്കും അതുപോലെ തന്നെ ഗ്രീൻലാൻഡേഴ്സും എതിർത്തത് കൊണ്ടും അതുപോലെ തന്നെ അവിടുത്തെ ക്ലൈമറ്റ് ഹാർഷ് ആയതുകൊണ്ടും അന്ന് അവിടെ അങ്ങനൊരു മിസൈൽ സ്റ്റേഷൻ സ്ഥാപിക്കാനായിട്ട് അമേരിക്കയ്ക്ക് സാധിച്ചില്ല. പക്ഷെ കറന്റ്ലി നേരത്തെ പറഞ്ഞ ടൂൾ എയർ ബേസ് ആണ് അവരുടെ മിസൈൽ വാർണിംഗ് സിസ്റ്റംസ് ആയിട്ട് ഇപ്പോൾ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും ഈ ഗ്രീൻലാൻഡിന് നാഷണൽ സെക്യൂരിറ്റിയിൽ ഒരു റോൾ ഉണ്ട്. കാരണം ഇതൊരു സ്ട്രാറ്റജിക് ലൊക്കേഷനാണ് അമേരിക്കയെ സംബന്ധിച്ച്. രണ്ടാമത്തെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് നാച്ചുറൽ റിസോഴ്സസ് തന്നെയാണ്. ഇന്ന് വേൾഡിൽ അൺഡിസ്കവേർഡ് ആയിട്ടുള്ള 13% ഓഫ് ഓയിലും അതുപോലെ തന്നെ 30% നാച്ചുറൽ ഗ്യാസും ഗ്രീൻലാൻഡിലുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ച് ഗ്രീൻലാൻഡ് ഒരു സെക്കൻഡ് ഗൾഫാണ്. ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസിന് പുറമെ ഇന്ന് നമ്മുടെ യുഗം നിയന്ത്രിക്കുന്ന AI, ഡിഫൻസ്, ഇലക്ട്രോണിക് സെക്ടേഴ്സിന് ആവശ്യമായിട്ടുള്ള റെയർ എർത്ത് മിനറൽസും ഗ്രീൻലാൻഡിലുണ്ട്. മാത്രമല്ല 2021 യുറേനിയം എക്സ്പ്ലോർ ചെയ്യാനുള്ള പല പദ്ധതികളും അമേരിക്ക ഗ്രീൻലാൻഡിൽ നടത്തിയിരുന്നു. അപ്പോൾ നോക്കുകയാണെങ്കിൽ റെയർ എർത്ത് മിനറൽസ്, ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, യുറേനിയം പോലെയുള്ള മിനറൽസും അമേരിക്കയെ ഗ്രീൻലാൻഡിലോട്ട് ആകർഷിക്കുന്നതായിട്ട് കാണാം. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ട്രേഡിംഗ് റൂട്ട്.
മഞ്ഞുരുകുന്ന ഈ സമയത്ത് പുതിയ ട്രേഡിംഗ് റൂട്ടുകൾ ഓപ്പൺ ആവും. ആർട്ടിക് റീജിയനിൽ മഞ്ഞുരുകുന്നത് മറ്റു സ്ഥലങ്ങളിൽ മഞ്ഞുരുകുന്നതിനേക്കാളും 3 to 4 times ഫാസ്റ്റർ ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ അവിടെ പുതിയൊരു ട്രേഡിംഗ് റൂട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടേക്കാം. ആ ട്രേഡിംഗ് റൂട്ടാണ് നോർത്ത് വെസ്റ്റ് ട്രേഡിംഗ് റൂട്ട്. ഈ നോർത്ത് വെസ്റ്റ് ട്രേഡിംഗ് റൂട്ട് അമേരിക്കയെ ട്രേഡിൽ സഹായിക്കും. ഇന്ന് അറ്റ്ലാന്റിക് ഓഷനെയും പസഫിക് ഓഷനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന, അല്ലെങ്കിൽ അമേരിക്കയും ജപ്പാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന 2 ട്രേഡിംഗ് റൂട്ടുകളാണ് ഉള്ളത്. ഒന്ന് പനാമ കനാൽ വഴിയുള്ള ട്രേഡിംഗ് റൂട്ടും 2 സൂയസ് കനാൽ വഴിയുള്ള ട്രേഡിംഗ് റൂട്ടും. ഇതിൽ സൂയസ് കനാൽ വഴിയുള്ള ട്രേഡിംഗ് റൂട്ട് ഏകദേശം 21,000 കിലോമീറ്റർ ആണ് ഉള്ളത്. അതുപോലെ പനാമ കനാൽ വഴിയുള്ള ട്രേഡിംഗ് റൂട്ട് ആണെങ്കിൽ ഏകദേശം 23,000 കിലോമീറ്ററും ഉണ്ട്. പക്ഷേ പുതിയൊരു നോർത്ത് വെസ്റ്റ് ട്രേഡ് റൂട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വെറും 16,000 കിലോമീറ്റർ ആയിരിക്കും. ഇത് US-ന്റെ ട്രേഡിനെ സഹായിക്കുന്ന ഘടകമാണ്. മാത്രമല്ല ഈ നോർത്ത് വെസ്റ്റ് ട്രേഡ് റൂട്ട് കടന്നു പോകുന്നത് ബെഫോർട്ട് സീയിലൂടെയും അതുപോലെ ഡേവിസ് സ്ട്രെയ്റ്റിലൂടെയായിരിക്കും. ഈ പറയുന്ന 2 ജലാശയങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഗ്രീൻലാൻഡിനും അമേരിക്കയ്ക്കും ഇടയിലായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ ഒരു ടോൾ ബൂത്തായിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസുമുണ്ട്. ഈ ട്രേഡിംഗ് റൂട്ട് അമേരിക്കയുടെ ട്രേഡിന് വലിയൊരു ബെനഫിറ്റ് ആണ്. നാഷണൽ സെക്യൂരിറ്റി, റിസോഴ്സസ്, ട്രേഡ് റൂട്ട്, ഈ 3 പ്രധാന കാരണങ്ങൾ കൊണ്ടാണ് അമേരിക്ക ഗ്രീൻലൻഡിനായിട്ടുള്ള അവകാശവാദം ഉന്നയിക്കുന്നത്. ക്ലൈമറ്റ് ചേഞ്ച് നടക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഗ്ലോബൽ വാർമിങ്ങിനെ എല്ലാവരും ഒരു നെഗറ്റീവ് ഫാക്ടറായി കാണുമ്പോൾ അമേരിക്ക ഇത് പുതിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കരുതുന്നത്. പുതിയ ട്രേഡ് റൂട്ടുകൾ തുറക്കാനും പുതിയ റിസോഴ്സസ് എക്സ്പ്ലോർ ചെയ്യാനുമുള്ള അവരുടെ സാധ്യതകളാണ് ട്രംപ് ഇവിടെ കണ്ടെത്തുന്നത്.